ഒന്നര ദിവസം മുമ്പ് നേരിട്ട് വെള്ളത്തിലിട്ട താമര വിത്തുകളാണ് ഈ കാണുന്നത്. 17 വിത്തുകളാണ് വെള്ളത്തിലിട്ടത്. അന്ന് 2 താന്നു പോയിരുന്നു, ബാക്കിയെല്ലാം പൊന്തി കിടന്നിരുന്നു. ഇപ്പോൾ ഇതാ ഒന്നര ദിവസം കഴിഞ്ഞപ്പോൾ എത്ര എണ്ണം പൊന്തി കിടക്കുന്നുണ്ടെന്ന് നോക്കൂ. 5 പൊന്തി കിടക്കുന്നുണ്ട്. ബാക്കി എല്ലാം താന്നു പോയിരിക്കുന്നു. അപ്പോൾ ഉരച്ചുരച്ച് കഷ്ടപ്പെടാതെ നട്ടാലും കുറച്ച് വെള്ളം അതിനകത്ത് കയറുന്നുണ്ടെന്ന് മനസ്സിലായി. അകത്ത് വെള്ളം കയറിയിട്ടാണല്ലോ വിത്ത് താന്നു പോകുന്നത്, ഭാരം കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള കോട്ടിങ് പോയിട്ടില്ല, അപ്പോൾ അത്ര വീർത്ത് വരില്ല. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും മുളയ്ക്കുമെന്ന് നോക്കാം. ഉരച്ച് പുറന്തോ കവചം കുറച്ച് കളഞ്ഞിട്ട് നട്ട വിത്തുകൾ കുറച്ചെണ്ണം 4-ാം ദിവസം മുളച്ചു. പിന്നീട് മുളയ്ക്കുന്നതും കാണിച്ചു തരാം. ഇതിൽ 2 താമര വിത്തുകൾ മുളച്ചു വരുന്നത് കാണാം. ഒന്ന് ആദ്യത്തെ പരീക്ഷണമായിരുന്നു. നല്ല നീണ്ട ഒരു മുള കാണുന്നുണ്ട്. ഇല ഇതുവരെ വലിയതായിട്ട് വിടർന്നിട്ടില്ല. അതിന് വേരും വന്ന് കാണുന്നുണ്ട് ആദ്യം നട്ടതിന്. രണ്ടാമത് നട്ടതും അതുപോലെ വളർന്നിട്ടുണ്ട്, പക്ഷെ വേര് വന്നു തുടങ്ങിയിട്ടില്ല. ഇല പോലെയുള്ള ഭാഗം വെള്ളത്തിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആ രണ്ടാമത്തെ ചെടിയുടെ കൂടെ നട്ട വിത്തുകളാണ്. ഒരു വിത്ത് മുളച്ചു തുടങ്ങിയിട്ടുണ്ട്, മുള കണ്ടില്ലേ വളഞ്ഞു നിൽക്കുന്നത്. രണ്ടാമത്തത് മുളച്ച് കാണുന്നില്ല. രണ്ടും തമ്മിൽ വലിപ്പ വ്യത്യാസം നല്ലോണം ഉണ്ട്. അപ്പം എല്ലാം ഒരുപോലെ വരച്ചിട്ടുണ്ടാവില്ല, കാരണം 3 ആകുമ്പോൾ അടുപ്പിച്ച് ഒരു ദിവസം 3 അടുപ്പിച്ചപ്പോൾ വിരലിന് നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ചെറുതിൻ്റെ വരയ്ക്കൽ കുറച്ച് കുറവായിരുന്നിരിക്കും. ഏതായാലും മുളയ്ക്കുന്നത് കണ്ടല്ലോ. ആ വിത്ത് വീർത്ത് വരുന്നത് വെള്ളം കയറിയിട്ടാണ്. അപ്പോൾ വെള്ളം കയറാനുള്ളൊരു സഹായം എന്ന നിലയിലായിരിക്കും ഉരയ്ക്കണം എന്നവർ പറയുന്നത്.